ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഡിറാങ്ങിലാണ്. ഡിറാങ്ങിലൂടെ ഒരു റിസോർട്ടിലാണ് നമുക്ക് ഇന്നലെ താമസം കിട്ടിയത്. ഇതിൻ്റെ പേര് വാങ്ഡീസ് എന്നാട്ടാ. ഞാൻ ഇവിടുത്തെ വിഷ്വലൊക്കെ കാണിച്ചു തരാം. ഇത് എനിക്ക് അടിപൊളിയല്ലേ. ഇവിടെ ഒരു വലിയൊരു കണ്ണാടിയുണ്ട്. അതുപോലെ തന്നെ ഇത് 3 പേർക്ക് കിടക്കാൻ പറ്റിയ റൂമാണ് കേട്ടോ. പിന്നെ അതുപോലെ രാത്രി തണുപ്പുണ്ടായതുകൊണ്ട് ഹീറ്ററൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ് തോന്നുന്നത്. അതുപോലെ തന്നെ ഇത് നോക്കി ഇവിടെ ഒരു ടി വിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചെറിയൊരു ഡൈനിങ് സ്പേസ് ഉണ്ട് കേട്ടോ. പിന്നെ അത് വെള്ളം കുടിക്കാൻ പറ്റിയ കെറ്റിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതല്ല ഏറ്റവും എടുത്ത് പറയേണ്ടത് ഈ കാണുന്ന വ്യൂ ആട്ടാ. ഈ ജനലിൽ കൂടെ നോക്കുമ്പോൾ കാണുന്ന വ്യൂ നോക്കിയേ, അടിപൊളിയല്ലേ. ഓൾറെഡി ഞാനിത് ഇന്നലത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് രാവിലത്തെ കാഴ്ചയുണ്ട് നിങ്ങൾ ഈ കാണുന്നത്. ഈ കാണുന്നതാട്ടാ ഡിറാങ് എന്ന് പറഞ്ഞ സ്ഥലം. അടിപൊളിയല്ലേ, നല്ല കിടിലം വ്യൂ ആട്ടാ. ഇന്നലെ രാത്രിയിലെ വ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ നമ്മൾ അന്ന് താമസിച്ചിട്ട് ആ കാണുന്ന ഒരു ഹോട്ടലാണ് കേട്ടോ. നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഈ കാണുന്നതാട്ടാ ഇവരുടെ റിസോർട്ടിൻ്റെ പേര്, വാങ്ഡീസ് റിസോർട്ട്. അപ്പോൾ ഇതിൻ്റെ നമ്പറും കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങുന്നതിന് കുറച്ച് ബാഗൊക്കെ എല്ലാം നമ്മൾ പാക്ക് ചെയ്തട്ടാ. ഇതിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇതാണ് കേട്ടോ ഇവൻ്റെ ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ. ഈ കാണുന്നത് 3 കോട്ടേജുകളാണ്. 3 പിന്നെ അതുപോലെ തന്നെ വേറെ മേളിലും താഴത്തേക്ക് ആയിട്ട് ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സൈക്കിൾ കാര്യങ്ങൾ ഇവിടെ പാക്ക് ചെയ്ത് कैसे हो आप? बढ़िया सर। आपका नाम क्या है भैया? एन वांगदी। इन वांगदी। ये तो आपका फैमिली है ना? अच्छा हाय। हाय, आपका नाम क्या है? तंजीन। तंजीन। दीदी आपका नाम क्या है? वसीम। आपका नाम क्या है? अलीशा। हो आपका ये प्रॉपर्टी है पूरा आपका है ना? अच्छा अच्छा, आपका प्रॉपर्टी का नाम तो वांगडीस। ഓക്കെ ഓക്കെ, താങ്ക് യു ഫോർ യുവർ ഹോസ്പിറ്റാലിറ്റി. അപ്പോൾ ഇവിടെ നല്ല വ്യൂവും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ഏറ്റവും ടോപ്പിലിരിക്കുന്ന റിസോർട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ കാണുന്ന വ്യൂവിലെ ഫുള്ള് ഡിറാങ്ങാണ്. ശരിക്കും നമ്മൾ നേരത്തെ നമ്മുടെ താഴത്തെ റൂമിൽ നിന്ന് കാണിച്ചില്ലേ, ആ വ്യൂ ആണ് ഈ കാണുന്നത്. ഇപ്പോൾ ഇവിടെ വേറെ റിസോർട്ട് കാര്യങ്ങളൊന്നും ഇല്ല ഇത്രയും വ്യൂവിൽ നിൽക്കുന്നത്. പക്ഷെ പുള്ളിയുടെ ഈ ഒരു പ്രോപ്പർട്ടി മാത്രമേ കേട്ടോ ഇത്രയും വ്യൂവിലുള്ളത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ പുള്ളിയുടെ നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ ഇവിടെ. എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങണേ കേട്ടോ. അങ്ങനെ നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്തേട്ടാ. ഇപ്പോൾ അത്യാവശ്യം ചെറിയൊരു ഇറക്കം കിട്ടി. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ നേരെ പോകണത് ഇവിടെ ഒരു മണ്ഡല ടോപ്പ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കേട്ടോ. അങ്ങോട്ടേക്ക് പോകാൻ പ്ലാൻ. ഈ റൂട്ട് ശരിക്കും നമ്മൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് കേട്ടോ. ഈ റൂട്ട് നിങ്ങൾ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ മനസ്സിലാവും. നല്ല അടിപൊളി റൂട്ടാണ്. അന്ന് നമ്മൾ കയറിയാണ് വന്നത്, ഇന്ന് നമ്മൾ ഇറങ്ങിയാണ് പോണത്. ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ പോകുമ്പോൾ ചെറിയ രീതിയിൽ റോഡും മോശവും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ മേലൊരു മൊണാസ്ട്രി ഉണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇവിടെ ഒരു സ്തൂപം കണ്ടില്ലേ, അതിൻ്റെ പുറകിലൊരു മൊണാസ്ട്രി ഉണ്ട് കേട്ടോ. നമ്മൾ ഏകദേശം ഒരുപാട് മൊണാസ്ട്രികളിൽ പോയിട്ടുണ്ട്. അത് കാരണം നമ്മൾ കയറണില്ല കേട്ടോ. നമ്മൾ ഇവിടുന്ന് ഈ റൈറ്റ് പോണതാണ് കേട്ടോ മണ്ഡല ടോപ്പ് പോണ റൂട്ട്. നമ്മൾ അന്ന് വന്നത് ഈ ഒരു റൂട്ടാണ് വന്നത്. നമ്മൾ തിരിച്ച് പോകേണ്ടതും ഈ ഒരു റൂട്ട് തന്നെ കേട്ടോ. അപ്പോൾ ഇവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ മണ്ഡല ടോപ്പ് എത്തുള്ളൂ. ഇവിടെ നിന്നാണ് നമ്മൾ വന്നത്. അതിൻ്റെ മേളിൽ ഒരു ഇത് കണ്ടില്ലേ മൊണാസ്ട്രി, നമ്മൾ അവിടെ നിന്നാണ് കേട്ടോ വന്നത്. പിന്നെ ഇവിടുന്ന് ഏകദേശം 10-20-25 കിലോമീറ്റർ ഉണ്ട് കയറ്റമുണ്ട് ഇനി അങ്ങോട്ടേക്ക്. നമ്മളെ ഇങ്ങനെ മണ്ഡല ടോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വീടുണ്ട്. അപ്പോൾ അവരോട് ഞാൻ വെള്ളം ഫില്ല് ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഫില്ല് ചെയ്ത് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ഹോം സ്റ്റേ ആണ് കേട്ടോ. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഈ ഒരു ഭാഗത്ത്. കാരണം ഈ ഭാഗത്ത് തണലുണ്ടല്ലോ, അതുകൊണ്ടാണ് തണുപ്പുള്ളത്. ഇതൊക്കെ ശരിക്കും തണുപ്പുള്ള ഏരിയകളാണ് കേട്ടോ. രാത്രി ആകുമ്പോഴേ നല്ല രീതിയിൽ തണുപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. നമ്മൾ പോകണേക്കും കേട്ടോ. താങ്ക് യു ദീദി. മേ മണ്ഡല ആ ജായേഗാ? ആ ഹോ ജായേഗാ. ഓ താങ്ക് യു. एक हाई करेगा? താങ്ക് യു സോ മച്ച്. ആ ഒരു ബോട്ടിൽ കൊടുത്തേട്ടാ. ഇനി ഒരു 2 ബോട്ടിൽ വെള്ളം നിറച്ചുകൊണ്ടുവന്ന് പാവട്ടാ. അപ്പോൾ നമുക്ക് എന്തായാലും പയ്യെ കയറാം കേട്ടോ. ഇപ്പോൾ ഏകദേശം ഉച്ചയായി. എന്തായാലും നമ്മളവിടെ എത്തുമ്പോൾ എത്ര മണിയാവുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. 27 കിലോമീറ്റർ ഉണ്ട് ഇനി ഇവിടുന്ന്. നമ്മളെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ശരിക്കും ഈ റൂട്ടിൽ വേറെ ഒന്നുമില്ല കേട്ടോ. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഹോം സ്റ്റേസ് ഉണ്ട്. ഇവിടുന്ന് ഏകദേശം ഇനി ഒരു 25 കിലോമീറ്ററും കൂടെ ഉണ്ട്. ആകെ കൂടി നമ്മൾ 2 കിലോമീറ്റർ ഇപ്പോൾ കയറുള്ളൂ. അതായത് നമ്മൾ അവിടെ നിന്ന് ഒരു ട്രെയിൻ എടുത്തല്ല, അവിടെ നിന്ന് 2 കിലോമീറ്ററേ കയറിയിട്ടുള്ളൂ. ഇനിയുള്ളത് 25 കിലോമീറ്റർ ഉണ്ട്. 26 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കയറുവാണ് കേട്ടോ പോകാൻ. അപ്പം ഇനി പോകണ വഴിക്കൊക്കെ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് തോന്നണ്ട. എനിക്കൊരു പിടുത്തമില്ല, ഞാൻ ഇതുവരെ വന്നിട്ടില്ലാത്തതുകൊണ്ട് ഒരു ഐഡിയ ഇല്ല കേട്ടോ. പിന്നെ അടിയിലൊരു കാണുണ്ട് കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് 1-2 ടൂറിസ്റ്റുകളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ കേട്ടോ.
അപ്പോൾ പോണേക്കൊന്നും വന്നവയ്ക്കൊന്നും കണ്ടില്ല, അതാണ് പിന്നെ ഒന്ന് ആഡ് ചെയ്യാൻ ചേട്ടാ. അപ്പോൾ എന്തായാലും പോണേക്ക് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടൊക്കെ പോകട്ടാ. നമ്മളെ പോണേക്ക് ഇതേ ഇവിടെ ഒരു ചെറിയൊരു വീടുണ്ട് കേട്ടോ. ഇതിങ്ങനെ കല്ലൊക്കെ വെച്ച് ഉണ്ടാക്കണതാണ്. എനിക്ക് കല്ലൊക്കെ വെച്ച് ഉണ്ടാക്കണില്ല കേട്ടോ, കല്ലൊക്കെ വെച്ച് ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ ഉള്ളിൽ എന്തോ സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്തേക്കണം കേട്ടോ. കണ്ടില്ലേ, ചെറിയൊരു ഇതാണ് കേട്ടോ. ഉള്ളിൽ എന്തോ സാധനങ്ങളൊക്കെ വെച്ചേക്കണേണ്. അതെനിക്ക് തോന്നുന്നു ഇവിടെയുള്ള കൃഷിക്കാരൻ്റെ എന്തോ സാധനങ്ങളാണ് കേട്ടോ. കുഞ്ഞു വീട് കേട്ടോ. ഫുൾ ഇങ്ങനെ കല്ല് വെച്ച് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ മണ്ണ് ചെളിയൊക്കെ ഉരുട്ടി വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു കാണയുണ്ട് കേട്ടോ. അതിങ്ങനെ വെള്ളം ഒഴുകി പോകണമെങ്കിൽ നല്ല വെള്ളം കേട്ടോ, നല്ല കിടിലം വെള്ളം, തെളിഞ്ഞിരിക്കണ വെള്ളം ഒഴുകി ഒഴുകി ഇങ്ങോട്ടേക്കാണ് പോണത്, അടിയിലേക്കാണ് പോണത്. ഇവിടെ എത്തുമ്പോൾ നല്ല പവറുണ്ട്. പിന്നെ ഇവിടെയൊക്കെ അത്യാവശ്യം കൃഷികളുണ്ട് കേട്ടോ. ഈ കാണുന്ന തക്കാളി വേണ്ട, പക്ഷെ ഇത് ഉണങ്ങിയാണല്ലോ ഇരിക്കണത്. കണ്ടില്ലേ, കുറേയൊക്കെ വിട്ട് വിട്ട് ഇങ്ങനെ താഴെ വീണെടുപ്പുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഈ കാണുന്നത് ക്യാബേജാണ്. കണ്ടില്ലേ, ഇതൊക്കെ ഫുള്ള് ക്യാബേജാണ്. പിന്നെ അതുപോലെ തന്നെ അവിടെയൊക്കെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. ഇവിടെ ഉണ്ട് എന്തൊക്കെയോ. നമ്മൾ പോകുന്ന റൂട്ടിൽ കാണുന്ന കാഴ്ചകൾ ഇതാണ് കേട്ടോ മെയിൻ. ഇനിയിപ്പോൾ ഇങ്ങനെ എയർപിൻ്റെ പോലത്തെ ഇങ്ങനെ കയറ്റങ്ങളാണ് മൊത്തം ഉള്ളത്. ഇവിടെയൊക്കെ ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. നോക്കിയേ, ഇതൊക്കെ ചിലയിലൊക്കെ ഹോം സ്റ്റേസ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇത് നോക്കിയേ, ക്യാബേജാണ് ഈ കാണുന്നത്. ഇത് ഈ വീട്ടുകാരുടെയാണ്. ഒരുപാട് കൃഷിയൊന്നുമില്ല കേട്ടോ, ഈ ഭാഗത്ത് കുറച്ചുള്ളൂ. പിന്നെ ഇവർക്ക് അടിയിലും താഴത്തേക്ക് ഇട്ട് രണ്ട് സെയിമാളാ, അടിയിലേക്ക് ആയിട്ട് അത്യാവശ്യം കൃഷികളൊക്കെ ഉണ്ടാവും. കാരണം ഈ ഭാഗത്ത് കൃഷി കൂടുതലാണ് കേട്ടോ. നമ്മൾ വന്നവയ്ക്കൊക്കെ ഒരുപാട് കണ്ടായിരുന്നു. അപ്പോൾ പോണവയ്ക്കൊക്കെ ഉണ്ടാവും കേട്ടോ ഒരുപാട്. കയറിക്കൊണ്ടിരിക്കണേ കേട്ടാ. പിന്നെ അത് നോക്കിയേ, നമ്മൾ കയറിക്കൊണ്ടിരുന്ന ടൈമിൽ കണ്ട കാഴ്ച കേട്ടാ. അവിടെ ഒരു മഞ്ഞുമല കാണാനല്ലേ, അടിപൊളിയല്ലേ കാണാൻ വേണ്ടി. പിന്നെ അതേ ടൂറിസ്റ്റുകൾ പോകുന്നുണ്ട് കേട്ടോ ഒരുപാട്. പിന്നെ അതേ അങ്ങാട് നോക്കി ആ കാണുന്നതൊക്കെ ഇതാണ്ട് കൃഷി സ്ഥലങ്ങളൊക്കെയാണ്. അവിടെ അത്യാവശ്യം വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഫുള്ള് കൃഷിയാണ് അവിടെയൊക്കെ. ഇതൊക്കെ താഴ്ന്ന ഏരിയ കൊണ്ടാണ് ഇത്രയും കൃഷിയും കാര്യങ്ങളും കാണാൻ പറ്റണ. നമ്മൾ മേളിലേക്ക് പോയി തന്നെ കാണാൻ പറ്റില്ല. അതുപോലെ ഈ കാണുന്നതൊക്കെ മുളകാണ് കേട്ടോ, ഫുള്ള് മുളകാണ്. ഇതിൻ്റെ അടിയിൽ എന്തോ പട്ടി എന്തോ കിടപ്പുണ്ട് കേട്ടോ. പട്ടിയാണോ ആടാണോ ഇല്ലേ. നമ്മളെ ഇപ്പോൾ കുറേ ദൂരം ഇങ്ങോട്ട് വന്നിട്ടാ. വന്നവയ്ക്ക് വേറെ ഒന്നും ഷൂട്ട് ചെയ്യാൻ നിന്നില്ല, കാരണം ഈ ഒരു കാഴ്ചകളും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ സൈക്കിൾ ഇവിടെ ഉണ്ട്. ഇവിടെ ചെറിയൊരു ഇതുണ്ട് കേട്ടോ, ഒരു വെള്ളം ഒഴുകി പോകുന്നുണ്ട്. കണ്ടില്ലേ, നല്ല തെളിച്ചുകൊണ്ട് കേട്ടോ വെള്ളത്തിൽ. ഇതിങ്ങനെ മലമേലിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വന്ന വെള്ളമാണ്. കണ്ടില്ലേ, നല്ല ഒഴുക്കുണ്ട്. ഇത് ഒഴുകി ഒഴുകി അടിയിലേക്കാണ്ട് പോകും. നമ്മൾ വന്നവയ്ക്ക് കണ്ടില്ലേ, ചെറിയ ചെറിയ കനാലുകൾ കണ്ടില്ലേ, അങ്ങാടേക്ക് പോണ വെള്ളം ഇട്ടത് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അങ്ങനെ കാണാൻ പറ്റില്ല, നല്ല സൗണ്ട് കേൾക്കാട്ടെ വെള്ളത്തിൻ്റെ. പിന്നെ അതുപോലെ കുരങ്ങന്മാരുണ്ട് ഇഷ്ടംമാതിരി. നമ്മൾ വന്നവയ്ക്ക് കുറേ കണ്ടായിരുന്നു, അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അടിപൊളി സ്ഥലം കേട്ടോ. ഇനിയിപ്പോൾ ഇവിടുന്ന് ഏകദേശം 18 കിലോമീറ്റർ 19 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ആൾക്കാരൊക്കെ വളരെ കുറവാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് ആൾക്കാരൊന്നും നമ്മൾ കണ്ടില്ല. നേരത്തെ കണ്ടായിരുന്നല്ലോ, കുറച്ച് ടൂറിസ്റ്റുകൾ പോകണ്ടായിരുന്നു. എനിക്കൊന്നും ഇവിടെ നിന്ന് നമുക്ക് ശരിക്കും 2 റൂട്ടുണ്ട് കേട്ടോ. ഒന്ന് നമുക്ക് ഇങ്ങനെ അടിയിലേക്ക് ഇറങ്ങാം, ഇവിടുന്ന് ഡിറാങ്ങിലേക്ക് പോകാം. ഡിറാങ്ങിൽ നിന്നല്ലാണ്ട് നമ്മൾ മണ്ഡല പോയിട്ട് മണ്ഡലയിൽ നിന്ന് തിരിച്ച് നമുക്ക് ഷേർഗാവ് വഴി ഇറങ്ങാം കേട്ടോ. അതായത് 2 റൂട്ടാണുള്ളത്. ഒന്ന് അങ്ങനെ ഇറങ്ങാം, ഒന്ന് ഇങ്ങനെ ഇറങ്ങാം. ചില ആൾക്കാർ ഇത് റിട്ടേൺ അന്വേഷിക്കാണ്ട, കാരണം ചിലപ്പോൾ ഇങ്ങനെ അതായത് തവാങ് എല്ലാം കറങ്ങി വന്നിട്ട് നേരെ ഡിറാങ്ങിൽ വരും. ഒരു ദിവസം ഡിറാങ്ങിൽ സ്റ്റേ ചെയ്യും കേട്ടോ. എന്നാൽ ഡിറാങ്ങിൽ നിന്ന് നേരെ മണ്ഡല ടോപ്പ് വഴി ഷേർഗാവ് പോവും. ഷേർഗാവിൽ നിന്ന് നേരെ ഭൈരക്കുണ്ട വഴി ആസാം ഇറങ്ങി ഗുവാഹട്ടി ചെന്ന് അവിടെ നിന്ന് പോകുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് 2 റൂട്ട്. പിന്നെ അല്ലാതെ നമ്മൾ ആദ്യം വന്ന റൂട്ടില്ലേ, അതായത് ബൊംഡില്ല അതുപോലെ തന്നെ ഡിറാങ്, ആ റൂട്ടില്ലേ, ആ റൂട്ടും പോകാട്ടോ. അപ്പം ഞാനിവിടെ ടെൻ്റ് അടിക്കാൻ പോണേ കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു വീടുണ്ട്. അപ്പോൾ ഇവിടെ ആരും ഇല്ല കേട്ടോ. ലൈറ്റ് ഓണാണ്, പക്ഷേ ഇവിടെ ആരെയും കാണാനില്ല, എന്താണെന്ന് അറിയില്ല. അപ്പോൾ നമ്മളിവിടെ ടെൻ്റ് അടിക്കാൻ പോണേ. രാവിലെ എനിക്ക് നല്ല വ്യൂ കിട്ടുമെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. നമ്മൾ ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഇരിക്കുന്നത്, ഉണ്ടല്ലേ. അപ്പോൾ ടെൻ്റ് അടിക്കണം. പിന്നെ ഫുഡ് ഞാൻ മാഗി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ്, കാരണം വേറെ ഒന്നും കിട്ടിയില്ല. എൻ്റെ ഉണ്ടാകുന്ന അരിയൊക്കെ തീർന്നു കേട്ടോ. പരിപ്പ് എന്ത് ഇത്തിരി ബാക്കിയുണ്ട്, ബാക്കി എല്ലാ സാധനവും തീർന്നു പോയി. അപ്പോൾ മാഗി ഉണ്ടാക്കാമെന്ന് വെച്ച്, അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ ടെൻ്റ് അടിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ടെൻ്റ് അടിച്ചിട്ടാ. നോക്കിയേ, ടെൻ്റ് അടിച്ച്. പിന്നെ സൈക്കിളിൽ ലോക്ക് ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ആ ഒരു കേബിൾ വെച്ച്, അതായത് സൈക്കിളിൽ ഇതുണ്ടല്ലോ കെട്ടണ
ലഗേജ് ചേട്ടൻ്റെ കേബിൾ വെച്ച് വെറുതെ കെട്ടി വെച്ച്. ഇവിടെ സേഫാണ് കേട്ടോ, ഇവിടെ അങ്ങനെ കള്ളന്മാരൊന്നുമുള്ള സ്ഥലമല്ല. അപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടികൾ നോക്കണം. അപ്പോൾ ഇതാണ്ടാ വിശേഷം. നല്ല തണുപ്പുണ്ട് കേട്ടോ മക്കളെ. ഇവിടെ മാഗി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടാ. ഇന്ന് വേറെ ഒന്നും കിട്ടിയില്ല, അരിയൊന്നും ഇല്ല കേട്ടോ, എല്ലാം തീർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മാഗി ഉണ്ടാക്കി, മാഗി മേടിച്ച് വേസ്റ്റൊക്കെ എല്ലാം ഒരു കവറിലാക്കിയിട്ടാ നാളെ പോകണം ഈ കളയാലാന്ന് വെച്ച്. ഇവിടെ പുറത്ത് എവിടെയും നമ്മൾ കളയല്ല. അതുപോലെ വേറെ കുപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം ഈ ഒരു കവറിലാക്കിയിട്ടാണ് നമ്മൾ കളയാട്ടോ. കാരണം നമ്മളൊന്നും പുറത്തും റോഡ് സൈഡിലൊന്നും ഇടാനില്ല. കാരണം എന്തെങ്കിലും ഡസ്റ്റ്ബിൻ വല്ലതും കിട്ടണമെങ്കിൽ അവിടെ ഇടാലാന്ന് വെച്ച്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതാണ് കേട്ടോ. മാഗി ഇങ്ങനെ സെറ്റായിക്കൊണ്ട് ഇങ്ങനെയാണ് അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം നമ്മൾ വന്നേക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.